ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ ഇട്ടിട്ടുണ്ട്. എനിക്ക് കുറച്ച് അരിപ്പൊടിയാണ് എടുക്കുന്നത്. വെറും അരിപ്പൊടി കൊണ്ട് മാത്രമല്ല ഞാൻ ആക്കുന്നത്, മൈദയും അരിപ്പൊടിയും കൊണ്ടാണ് ആക്കുന്നത്. ഇത്ര അരിപ്പൊടി എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഒരു ഗ്ലാസ് മൈദയും ഇത്ര അരിപ്പൊടിയും ഇട്ടു. ഇനി പഞ്ചസാര എടുക്കണം. പഞ്ചസാര എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടെടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ പഞ്ചസാര എടുക്കുന്നുണ്ട്. അത് എത്രയാണെന്ന് കാണിച്ചു തരാം. നമുക്കത് മുട്ട ഇടുന്നില്ല. മുട്ട ഇടാണ്ടാണ് ഞാൻ ഈ അച്ചപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. മുട്ട ഇടാതെ ആക്കുന്നത്. പഞ്ചസാര ഇത്രയാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം അത്രയാണ് ഞാൻ ഇട്ടിട്ടുള്ളതെന്ന്. ഇത്രയും പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്, കണ്ടല്ലോ. ഈ ഗ്ലാസ്സിന് തന്നെയാണ് ഞാൻ അളന്നിട്ടുള്ളത്. അതിൽ ഞാനൊരു ഏലക്കായും കൂടി ഇടാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു അധികം ഏലക്കായ ഇടുന്നില്ല, ഒറ്റ മാത്രമേ ഇടുന്നുള്ളൂ. ഒറ്റ മാത്രം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കുറച്ച് പാല് ചേർക്കാം. വെള്ളം ചേർത്തിട്ട് നമുക്കാക്കാം, പക്ഷെ ഞാൻ കുറച്ച് പാലാണ് ചേർക്കുന്നത്. വെള്ളത്തിനാവശ്യമുള്ള വെള്ളം ചേർത്തിട്ടും ആക്കാം. അപ്പോൾ മുട്ട ഇല്ലാണ്ട് ഞാനിത് ചേർത്തിട്ട് ചുട്ടിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇതാ ഞാൻ പഞ്ചസാര കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. നോക്കിയിട്ട് വേണ്ടിയിട്ട് ബാക്കിയിടാം. മധുരം ജാസ്തിയായി പോയാലും മോശമല്ലേ. ഇത്രയും ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യണം. ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്യട്ടെ. ഉപ്പും അരിപ്പൊടി മൈദ എല്ലാവരെയും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ആരോ അലക്കുന്നുണ്ട് ഈ സമയത്ത്. അതിൻ്റെ ഒച്ചയാണ് ഗൈസ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പം ഞാൻ പാലെടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് ഒഴിക്കട്ടെ. ഇപ്പോൾ എത്രയാണെന്നുള്ളത് നമുക്കൊരു ഏകദേശ രൂപം കിട്ടുമല്ലോ. ഒരു ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് പാലാണിത്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പോരെങ്കിലും നമുക്ക് വീണ്ടും ഒഴിക്കാം. ഇത് പോരാ, കുറച്ചുകൂടി പാൽ എന്തായാലും ഒഴിക്കണം ഗൈസ്. മധുരം എന്തായാലും ഇത് മതിയും തോന്നുന്നത് കാണുമ്പോൾ. ഇനി വേണ്ടി വരില്ല എന്ന് തോന്നുന്നു. പാല് കുറച്ചും കൂടി എടുക്കണം ഗൈസ്. പാല് മതിയാവില്ല. ഗ്ലാസ്സിൽ അളന്നിട്ട് തന്നെ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു രൂപം കിട്ടുമല്ലോ അത്രയാണ്. ബാക്കിയുള്ള പാല് ഞാൻ ഇവിടെ തന്നെ എടുത്ത് വെക്കട്ടെ. ഇത്രയും കൂടി പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വൃത്തിയിൽ ഇളക്കട്ടെ. എന്നിട്ട് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഞാൻ. എന്നിട്ടാണ് ഇത് ചുടുന്നത്. അപ്പോൾ
അപ്പോൾ ചുടുന്നേലെടുത്ത് അച്ചപ്പത്തിൻ്റെ അച്ചുണ്ടല്ലോ, ഇതാ അച്ചപ്പത്തിൻ്റെ അച്ചുണ്ട്. ഇതിനെ ഞാൻ വെളിച്ചെണ്ണയിൽ ഇട്ട് വെക്കണം. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് വെക്കണം. എന്നാലേ ശരിയാവും, ഇല്ലേ ശരിയാവില്ല. ഇതാ ഇങ്ങനെ ലൂസാക്കിയിട്ടാണ് ഉള്ളത് ഗൈസ്. ഇതാ കണ്ടല്ലോ, ഇത്രയും ലൂസാക്കിയിട്ടുണ്ട് കേട്ടോ. 1.5 ഗ്ലാസ് പാലാണ് എടുത്തത്. എല്ലാം നല്ല കണ്ടീഷനാക്കിയിട്ടുണ്ട്. ഇതാ ഇപ്പം ഇതിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം നമുക്ക് എള്ളും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് എള്ളുണ്ട് എടുത്തിട്ട് ആ എള്ളും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കണ്ടീഷനാക്കി വെച്ചു. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഗൈസ് തീ കത്തിച്ചിട്ട് പാൻ അടുപ്പത്ത് വെക്കാം. അപ്പോൾ എൻ്റെ കൂട്ടിതായി വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട്. ഒരടുപ്പത്ത് വെക്കട്ടെ. ചൂടായിട്ട് വെളിച്ചെണ്ണയാക്കാം. ഇതാ എൻ്റെ കൂട്ടിടെ ഞാൻ കൂട്ടി വെച്ച കണ്ടിനല്ല നിങ്ങൾ. ഇതാ ഈ പരുവത്തിലാണ് ഉള്ളത്. ഇനി വെള്ളം വേണ്ടെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇടക്കട്ടെ. ഇങ്ങനെ ലൂസിലുണ്ട്. വേണ്ടിക്കിൽ കുറച്ച് വെള്ളമോ പാലോ നമുക്ക് ചേർത്ത് നോക്കാം. വേണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് കാഞ്ഞ് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മളെ ഈ സാധനം ഉണ്ടല്ലോ, ഇത് മുക്കി വെക്കണം. നല്ല ചൂടാകുന്ന വരെയും മുക്കി വെക്കണം. എന്നിട്ടേ നമുക്ക് ചൂടാൻ പറ്റും. വെളിച്ചെണ്ണ നല്ലോണം കായണം. പാന് ചൂടാകുന്നുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. മുട്ട ചേർക്കാതെ ചുടാനും പറ്റും എന്നുള്ള ആയിൽ ഞാൻ ചുടുന്നതാണ് ഗൈസ്. എല്ലാവരും മുട്ടേനെ കൊണ്ടാക്കുമ്പോൾ എല്ലാവരും ചോദിക്കും മുട്ട ഇല്ലാത്ത എന്തെങ്കിലും ആക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അന്ന് ഞാൻ മുട്ടേനെ കൊണ്ട് പഞ്ചസാര ഉണ്ണിയപ്പം ചുട്ടേരോ ചോദിച്ചു. മുട്ട ഇല്ലാതെ എന്തെങ്കിലും ആക്കാൻ പറ്റൂലേ? ഇത് മുട്ടയില്ലാതെ നോക്കണം ഇനി ഒന്നാക്കിയിട്ട്. അപ്പം ഞാനിത് ഇതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ മതിയാവില്ല എന്നാ തോന്നും. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കണം. ഒഴിക്കട്ടെ. മുങ്ങി നിൽക്കണമല്ലോ ശരിക്കും. പരന്ന പാത്രമാണെങ്കിലും നമുക്കത് മുങ്ങി നിൽക്കണം. സംഭവം മുങ്ങി നിൽക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ചുടുമ്പം അവിടെ വെക്കട്ടെ, ചൂടാവട്ടത്. ഇപ്പോൾ ഗൈസ് ഇതാ നല്ല വൃത്തിയിൽ ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിത് ഇതിൻ്റെ അകത്തേക്ക് മുക്കുന്നുണ്ട്. കൂട്ടിൽ മുക്കുന്നു കാണുമോ നിങ്ങൾ? നോക്കി നോക്കാം. ഇല്ലെങ്കിൽ ഇതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ കൂട്ടിൽ മുക്കുന്നുണ്ട്.
കൂട്ടിൽ മുക്കി. ഇപ്പോൾ ഗൈസ് ഇതാ അത് പൊരിഞ്ഞ് വീണു. ഇനി അടുത്ത ഞാൻ വെക്കുന്നുണ്ട്. ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ വീണ്ടും ഞാൻ ഇതിലേക്ക് മുക്കുന്നുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് വീഴും. മുട്ടയില്ലാത്ത കൊണ്ട് അതിന് ഊരി വീഴാൻ കുറച്ചൊരു ഇതുണ്ടാവും. എന്നാലും വീഴുന്നുണ്ട്, വീഴാണ്ടില്ല. മുട്ട ചേർക്കാണ്ട് ചുടുന്നതാണല്ലോ നമ്മൾ. അപ്പം അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഇതുണ്ടാവും. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാലേ അത് വീഴുന്നുള്ളൂ. ഓഫായിപ്പോയ ഇതാ വിട്ട്. കുറച്ച് നേരം വെക്കണം ഗൈസ്, അന്നേരേ അത് വീഴുന്നുള്ളൂ. ഇല്ലെങ്കിൽ അതിന് കുറച്ച് പണി. കുറച്ച് നേരം നിൽക്കണം, അപ്പം മാത്രമേ അവർ വിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോഴായി അധികം കരിയാൻ നിൽക്കുന്നതിനിടെ വാങ്ങുന്നുണ്ട്. മറ്റേ അരിപ്പിയെടുക്കാനും മറന്നുപോയി ഗൈസ്. അപ്പം ഇങ്ങനെ ഞാൻ വാങ്ങിയിരുന്നുണ്ട്. 2 എണ്ണം ആയിക്കിട്ടി. ഇപ്പം ഇതൊന്ന് ചൂടാവട്ടെ. വീണ്ടും ഇനിയൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഞാൻ കൂട്ടിനെ ഇടക്കിടക്ക് ഇളക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ചൂടോടെ കൊണ്ടുപോയി മുക്കുന്നതല്ലേ. അപ്പം അന്നേരത്ത് പെട്ടെന്ന് ചൂടായിട്ട് വെന്ത പോലെയാവും കൂട്ട്. അതാണ് പരിപാടി. ചൂടാവുന്നുണ്ട്. ഇത് നല്ലോണം ചൂടാവണം, എന്നിട്ട് ഇതിൻ്റെ അകത്ത് മുക്കിയാലേ ശരിയാവും, ഇല്ലെങ്കിൽ കിട്ടില്ല. എണ്ണ ചൂടാകുന്നതിൽ ഇങ്ങനെ മുക്കി ഇടക്കിടക്ക് ഇങ്ങനെ ആക്കണം. എന്നിട്ട് ഫുള്ള് മുക്കാൻ പാടില്ല, കുറച്ച് മാത്രം മുക്കുക. എന്നിട്ട് എടുത്തിട്ട് എണ്ണയിൽ വെക്കുക. അങ്ങനെയാണ് ഇവരെ ചെയ്യുക. കൈമൊന്ന് ഉള്ളാൻ പോകണം. കണ്ടല്ലോ ഗൈസ്, ഇങ്ങനെയാണ് ഓരോന്നോരോന്ന് ചുട്ടെടുക്കേണ്ടത്. സാവധാനം ഇവർ വരും. ഇവർക്ക് മുട്ടയൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എല്ലാം നല്ല കണ്ടീഷനായിട്ട് വരുന്നുണ്ട്. മുട്ട ചേർത്തിട്ടാണ് എല്ലാവരും ആക്കുന്നത്. ഞാൻ പക്ഷേ മുട്ടയില്ലാണ്ട് ചേർത്തിട്ട് നോക്കുന്നതാണ്. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും മുട്ട തിന്നാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കെല്ലാം കിട്ടി. കുറച്ചൊരു പണിയുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ അവർ തിരിഞ്ഞ് വീഴുന്നുണ്ട്. ഇങ്ങനെയാണ് മുട്ടയില്ലാണ്ട് നമുക്ക് അച്ചപ്പം ചുടാന്ന് ഉള്ള ഇതാണ് ഇവിടെ ഇപ്പം കാണിക്കുന്നത്. മുട്ട ചേർത്തിട്ട് മാത്രമല്ല, അതില്ലാണ്ട് നമുക്ക് അച്ചപ്പം ചുടാം ഗൈസ്. ഉണ്ടല്ലോ. അപ്പം ഇനി അടുത്ത കൂടി ഞാൻ ഇളക്കട്ടെ, നീറ്റാക്കട്ടെ. അപ്പം ഞാനെല്ലാം ചുട്ട് വെച്ചിട്ട് കാണിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ അച്ചപ്പെല്ലാം ചുട്ട് കഴിഞ്ഞ് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. മുട്ട ചേർക്കാണ്ട് ചുട്ടിട്ടുള്ളതാണ്. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാ നല്ല ഞാൻ പൊട്ടിച്ച് വേണ്ടിക്ക് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതാ നല്ല പച്ചപ്പാന്ന്. മുട്ട ചേർക്കാതെയും നമുക്ക് അച്ചപ്പം ചൂടാന്നുള്ളതിൻ്റെ ഇതാണ് ഇപ്പം കണ്ട്. അപ്പോൾ എല്ലാവരും മുട്ട ചേർത്തിട്ടേ അച്ചപ്പം ചുട്ടുവിടുന്നൊന്നുമില്ല, ചേർക്കാതെയും ചൂടാൻ നമുക്ക്. അപ്പോൾ ഇതാൻ്റെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. ബൈ.